തൽക്കാലം വിവാദ വിഷയങ്ങളിലെ പരസ്യ പ്രതികരണങ്ങൾ നിർത്തുന്നു എന്ന് ഇന്നലെ PV അൻവർ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ വനംവകുപ്പ് മന്ത്രിയെ തഞ്ചത്തിൽ നേരിൽ കണ്ടപ്പോൾ അൻവർ പോസ്റ്റേ മറന്നുപോയി. മന്ത്രിയെ വേദിയിലിരുത്തി കാച്ചി. ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ക്ലാസ് എടുക്കുന്ന മോഡലായിരുന്നു MLAയുടെ സ്റ്റഡി ക്ലാസ്. കാണാം നമുക്ക് അഫ്സൽ തയ്യാറാക്കിയ വാൽ കഷണം. നിലമ്പൂർ തേക്ക് ലോക പ്രശസ്തമാണ്. മന്ത്രി പറഞ്ഞതിൽ തർക്കമില്ല. നിലമ്പൂരിലെ തേക്ക് ലോക പ്രശസ്തമാണ്, സമ്മതിച്ചു. പക്ഷേ നിലമ്പൂരെന്ന് കേൾക്കുമ്പോൾ AK ശശീന്ദ്രൻ ഇനി ഓർക്കുക നിലമ്പൂർ തേക്കല്ല, നിലമ്പൂർ MLA PV അൻവറിനെയാണ്. ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വകുപ്പ് മന്ത്രിയെ പ്രോപ്പറായി ഇൻഫോം ചെയ്യണം. അല്ലാതെ പുറത്തിറങ്ങി തോന്നിയാസം വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. സ്റ്റേറ്റിലാകെ 287 റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തു. ഒരൊറ്റയാളിന്റെ പേരിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. സോ വാട്ട്? സാങ്കേതികമായ ചില കാലതാമസങ്ങൾ എല്ലാ നടപടിക്രമങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാല ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജനസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിലേ മന്ത്രിസ്ഥാനം ഒഴിയാൻ പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരിൽ ചിലർ പുറകിന്ന് മാറുന്നില്ല. അപ്പോഴാണ് അൻവർ വക വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ മുൻപിലിട്ട് ശകാരിക്കൽ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നിനക്കെന്താ പണി എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ പണി എടുക്കുന്നുണ്ട്. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നതും തരില്ല. പുലി വരുന്നതും കാത്ത് പോലീസിന് എന്നോടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം. ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി. തൽക്കാലം പരസ്യ വിമർശനങ്ങൾ നിർത്തുന്നു എന്ന അൻവറിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് സമാധാനത്തോടെ പോയതാണ് പാവം മന്ത്രി. പക്ഷേ അടുത്ത നിയമസഭയിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം അൻവറിന് ഉണ്ടായിരിക്കുന്നു. ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോട് പറയാം. മനസ്സിലായോ? കാരണം ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസായി പറഞ്ഞു പോവാണ്. സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഞാനൊരു പത്രസമ്മേളനം നടത്തും. ഇന്ന് പറയാതെ ബാക്കി വെച്ചാൽ അന്ന് പറയും. വിത്ത് ആംബിൾ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ടു സപ്പോർട്ട് വാട്ട് ഐ സേ. മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും നിർത്തിപ്പൊരിച്ചത് പുറത്തു നിന്ന ഒരു ഉദ്യോഗസ്ഥന് അത്ര രസിച്ചില്ല. MLA ബോർഡ് വെച്ച വണ്ടി ആ കോമ്പൗണ്ട് മുഴുവൻ ചുറ്റിച്ചെന്നാണ് കേട്ടത്. മര്യാദ കണ്ട മനുഷ്യരോടാ നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് നടക്കുന്നതല്ല ഫോറസ്റ്റ് രണ്ടിത്തരം ചെയ്യാം. ശശീന്ദ്രൻ സാറ് മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് മന്ത്രിയായി വന്നാലും അൻവർ സാർ അടുത്ത നിയമസഭയിൽ കാണുമോ എന്ന് അൻവറിന് സംശയമുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ മന്ത്രിമാരോടാണ് മനുഷ്യർക്ക് വേണ്ടി പണിയെടുക്കാൻ പറയുക എന്ന് കാത്തിരുന്ന് കാണണം.